നമസ്കാരം. ഞാൻ ശശികുമാർ തിരുമുല്ലവാരം. ഇതെൻ്റെ 228ാമത്തെ എപ്പിസോഡാണ്. ഞാൻ ഇടയ്ക്ക് കുറച്ച് നാളത്തേക്കിന് പിന്നെ യൂട്യൂബൊന്നും വേണ്ടാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ നമ്മുടെ ഹസ്തരേഖയെ പറ്റിയുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സ് കിട്ടിയത്. അപ്പം അതുകൂടെ നിങ്ങളുടെയൊക്കെ അറിവിലേക്കായിട്ട് പകർന്നു തരാം എന്ന് വിചാരിച്ചാണ് ഈ എപ്പിസോഡ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് സം ഇമ്പോർട്ടൻറ്റ് ടിപ്സ് ഓഫ് ഇന്ത്യൻ പാമിസ്ട്രിയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം വെസ്റ്റേൺ പാമിസ്ട്രിയിൽ അവർ നമ്മളെപ്പോലുള്ള രീതിയിലല്ല, പിന്നെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൂ വെസ്റ്റേൺ പാമിസ്ട്രിയിൽ. ഇന്ത്യൻ പാമിസ്ട്രിയിൽ അങ്ങനെയല്ല. അതിന് ഒരുപാട് പിന്നെ അടയാളങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പിന്നെ ഓരോ കാര്യങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അങ്ങനെ പിന്നെ കയ്യിൽ അടയാളങ്ങൾക്കൊക്കെ ഓരോരോ അർത്ഥങ്ങൾ, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പിന്നെ ഇന്ത്യൻ പാമിസ്ട്രിയും വെസ്റ്റേൺ പാമിസ്ട്രിയായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇന്ത്യൻ പാമിസ്ട്രി ഞാൻ രണ്ടും പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇന്ത്യൻ പാമിസ്ട്രിയിലെ ചില ഇമ്പോർട്ടൻറ്റ് ടിപ്സ് നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അതായത് ദൈവം പിന്നെ ഹസ്തരേഖയെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: ദൈവം എല്ലാ മനുഷ്യരുടെയും കൈകളിൽ അവർ ചെയ്യേണ്ട ജോലികളെ പറ്റിയുള്ള അടയാളങ്ങൾ അല്ലെങ്കിൽ മുദ്രകൾ പതിപ്പിച്ചിട്ടുണ്ടെന്നാണ് പുരാണങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ് ഈ കൈകളിൽ തന്നെയും പിന്നെ കൈരേഖകളും മുദ്രകളും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. അല്ലാതെ ഇത് വെറുതെ കൈ മുടക്കുമ്പോൾ വരുന്ന രേഖകളൊന്നും അല്ല. കാരണം അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെയും കൈകൾ ഒരുപോലെ ഇരിക്കണ്ടേ. മാത്രമല്ല, ഇടത് കൈയിലുള്ള രേഖകൾ വലത് കൈയിലുള്ള രേഖകളുമായിട്ട് വ്യത്യാസമുണ്ട്. അതിന് ശാസ്ത്രീയമായിട്ട് പറയുന്നത് ഇടത് കൈയിലുള്ള രേഖകൾ ടെൻഡൻസി, നമ്മുടെ മുജ്ജന്മ കാര്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇടത് കൈയിലെ രേഖകൾ. അത് തന്നെ വലത് കൈയിലെ രേഖകളായിട്ട് വരുമ്പം നമ്മൾ ഈ ജന്മം എങ്ങനെ ആണ് അത് നമ്മുടെ ഇടത് കൈയിലുള്ള രേഖകൾക്ക് പിന്നെ വലത് കൈകൾ നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് വലത് കൈയിലെ രേഖ എങ്ങനെ ആയി മാറി എന്നുള്ളതാണ് പിന്നെ ഇന്ത്യൻ പാമിസ്ട്രി പറഞ്ഞിരിക്കുന്നത്. അപ്പം പിന്നെ നമ്മുടെ ടെൻഡൻസീസ് അല്ലെങ്കിൽ അങ്ങനെ മുജ്ജന്മ ബന്ധങ്ങളാണ് ഇടത് കൈയിലെ രേഖകളെന്നാണ് ഇന്ത്യൻ പാമിസ്ട്രി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. വലത് കൈയിൽ അത് നമ്മുടെ ഈ ജന്മം നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളും മറ്റ് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് വലത് കൈയിലേക്ക് ആ രേഖകൾ മാറുന്നത്. അതുകൊണ്ട് പുരുഷനായാലും സ്ത്രീ ആയാലും വലത് കൈ തന്നെ നോക്കണമെന്നാണ് ഇന്ത്യൻ പാമിസ്ട്രിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ടിപ്സ് എന്ന് പറയുന്നത് ബുദ്ധിരേഖയെ പറ്റിയാണ് കൂടുതലും. ബുദ്ധിരേഖ എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ വലത് കൈയിലെ തള്ളവിരലിലും ചൂണ്ടുവിരലിലും നടുക്കൂടെ പോകുന്ന സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ലൈനുണ്ട്. അതിനാണ് ഈ ബുദ്ധിരേഖ എന്ന് പറയുന്നത്. ആ ബുദ്ധിരേഖ നോക്കിയാണ് നമുക്ക് എളുപ്പം മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുള്ളൂ. നമുക്ക് തന്നെ മനസ്സിലാക്കുക, വേറെ ആരെയും കൊണ്ട് കാണിക്കേണ്ട കാര്യം പോലും ഇല്ല. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കിയാൽ, ഇമ്പോർട്ടൻറ്റ് ടിപ്സ് നോക്കിയാൽ നമുക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അതായത് പിന്നെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഇന്നുകൊണ്ടുള്ള പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അറിയാതെ ഒരു പിന്നെ പുരുഷൻ്റെ വലത് കൈ കണ്ടു കഴിഞ്ഞാലും അറിഞ്ഞുകൊണ്ട് കണ്ടാലും ഈ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അയാൾ നല്ലവനാണോ അത് പിന്നെ ചതിയനാണോ പിന്നെ കുഴപ്പക്കാരനാണെന്നോ എല്ലാം കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ആദ്യം പറയുന്നത് 3 രീതിയിലാണ് ഈ പിന്നെ ബുദ്ധിരേഖ. 3 രീതിയിൽ പ്രധാനപ്പെട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് രീതികളുണ്ട്, എന്നാൽ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ടിപ്സ് എന്നാണല്ലോ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് തള്ളവിരലിൻ്റെ ഭാഗത്ത് നിന്ന് തുടങ്ങി താഴോട്ട് കാണത്തക്ക വണ്ണം, അതായത് തള്ളവിരലിൻ്റെ ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ താഴോട്ട്, അതായത് പിന്നെ ആ രേഖ വന്നിട്ട് താഴോട്ട് കൈ നോക്കുമ്പോൾ അറിയാം. പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് വന്ന രേഖകൾ താഴോട്ട് ചിലപ്പം ഇങ്ങനെ ട്രൂപ്പ് ചെയ്ത് വരും, അതായത് ഇങ്ങനെ വളഞ്ഞു വരും, അങ്ങനെ വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് തള്ളവിരലിൻ്റെ ഭാഗത്ത് നിന്ന് തുടങ്ങി നേരെ, അതായത് സ്ട്രെയിറ്റ് ലൈൻ പോലെ പോകുന്ന രേഖകളും ഉണ്ട് ഈ ബുദ്ധിരേഖ. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ ഈ പിന്നെ രേഖകൾ നേരെ വന്നിട്ട് മേലോട്ട്, അതായത് ഈ ബെഡുകളുടെ അറ്റത്തേക്ക് ഉയർന്നു പോകുന്ന രീതിയുണ്ട്. ഈ 3 രീതിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ഡ്രൂപ്പ് ചെയ്ത് വരുന്നത്, രണ്ടാമത് നേരെ പോകുന്നത്, മൂന്നാമത്തത് മുകളിലേക്ക് തിരിയുന്നത്. ഈ 3 രീതിയാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ തരം രേഖകളുള്ള ആളുകൾ വലിയ രീതിയിൽ സെൻസിറ്റീവായിട്ടുള്ള ആളുകളായിരിക്കും എന്നാണ് പറയുന്നത്. ഈ ഡ്രൂപ്പ് ചെയ്ത് വരുന്ന പിന്നെ ബുദ്ധിരേഖ ഡ്രൂപ്പ് ചെയ്ത് വരുന്ന ആ ആളുകൾ വളരെ സെൻസിറ്റീവ് ആയിരിക്കും. അവർക്ക് നിസ്സാര കാര്യങ്ങൾ മതി പ്രയാസപ്പെടാനും കാര്യങ്ങളും ഒക്കെ ഒട്ടും മനക്കെട്ടില്ലാത്ത ആളുകളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു കാര്യം. പിന്നെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നവരുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആത്മവിശ്വാസം ഇല്ലാത്തവരായിരിക്കും എന്നാണ് പറയുന്നവർ. അവർ പൊതുവെ അവർക്ക് ആത്മവിശ്വാസം കാണത്തില്ല. ഒരു കാര്യത്തിന് അവർക്ക് ഇറങ്ങുമ്പം ഞാൻ ജയിക്കും, അല്ലെങ്കിൽ ഞാൻ മത്സരിച്ചാൽ ജയിക്കുമോ, അങ്ങനെയുള്ള ഒരു എന്താ പറയുക, ഒരു സംശയത്തിൽ അവർക്ക് ഒരിക്കലും ആത്മവിശ്വാസമായിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എട്ടാമത്തെ തരക്കാർ. മൂന്നാമത്തെ തരക്കാരെന്ന് പറയുന്നത് പിന്നെ ഈ സ്ട്രെയിറ്റായിട്ട് വന്നിട്ട് മുകളിലേക്ക് പോകുന്ന ഒരു തരം ആൾക്കാർ, ആ രേഖകൾ മുകളിലേക്ക് പോകുന്ന തരം രേഖകളുള്ളവർ നല്ല ആത്മവിശ്വാസമുള്ളവരായിരിക്കും എന്നാണ് പറയുന്നത്. കാര്യങ്ങളൊക്കെ ശരിയായിട്ട് തീരുമാനിക്കാൻ കഴിയുന്നവരുമായിരിക്കും. അവരെ പേടിക്കേണ്ട കാര്യമില്ല, അവർ നല്ല ആളുകളായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ ചതിയന്മാരായിട്ടുള്ള ആളുകളെന്ന് പറയുന്നത് ഈ നേരെ വരുന്ന രേഖകൾ വളഞ്ഞ് നല്ലോണം, അത് ഒരുപാട് പിന്നെ എന്താ പറയുന്നത്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനല്ല, അത് ഒരുപാട് ഇങ്ങനെ പിന്നെ എന്താ പറയുന്നത്, വളഞ്ഞ് വരുന്നൊക്കെ അങ്ങനെയുള്ള ആളുകളാണ് ഈ വക്രബുദ്ധികൾ എന്ന് പറയും. വക്രബുദ്ധികളായിട്ടുള്ള ആളുകൾക്ക് അത് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഒരാളുടെ കൈ ഇങ്ങനെ യാദൃച്ഛികം, അപ്പം വെസ്റ്റേൺ പാമിസ്ട്രിയിലൊക്കെ പറയുന്നത് നമ്മൾ ആരുടെ കയ്യിൽ പോയി നോക്കണ്ട, യാദൃച്ഛികമായിട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും അവർ നല്ലവനാണോ ചീത്തയാണെന്ന്. കാരണം അവരുടെ ആ ഒരു രീതിയിലും പറഞ്ഞിരിക്കുന്നത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ബുദ്ധിയായിട്ടുള്ള ആളുകളല്ല. ഇങ്ങനെ പിന്നെ രണ്ടാമത്തെ, അതായത് സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് പിന്നെ ഒരുപാട് പിന്നെ കുരുക്കൾ പോലൊക്കെ കാണുകയാണെങ്കിൽ അവർ ഉറപ്പായിട്ട് സ്വാർത്ഥന്മാരായിരിക്കും, വക്രബുദ്ധികളായിരിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇനി ചിലർക്ക് ബുദ്ധിരേഖയും അതിന് മുകളിലുള്ളൊരു ഹൃദയരേഖ എന്ന് പറഞ്ഞൊരു രേഖയുണ്ട്. ഹാർട്ടിൻ്റെ ഇത് ഹൃദയരേഖ എന്നാണ് പറയുന്നത്, ഹാർട്ട് ലൈൻ. അപ്പോൾ അത് രണ്ടും കൂടി ഒരു രേഖയായിട്ട് കാണുകയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് അസാമാന്യമായിട്ടുള്ള ഏകാഗ്രതയും കഴിവുമുള്ളവരായിരിക്കും. വലിയ പിന്നെ പെയിൻറ്റർമാർ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പെയിൻറ്റർമാരെന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ ലോകപ്രസിദ്ധരായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ, ഇവർക്കൊക്കെ അങ്ങനെയുള്ള ലൈനായിരിക്കും എന്നാണ് പറയുന്നത്. രണ്ട് ഹൃദയരേഖയും ബുദ്ധിരേഖയും കൂടെ ചേർന്ന് ഒറ്റ ലൈനായിട്ട് വരുന്നവരായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാമാന്യമായ ഏകാഗ്രതയും കഴിവുള്ളവരായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി മൂന്നാമതായിട്ട് ഹൃദയരേഖയെ പറ്റി പറയുന്നത്, ഈ രേഖയിൽ ഒരുപാട് വിള്ളൽ കാണപ്പെട്ടാൽ അവർക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ കാണാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അതായത് ഈ പിന്നെ ഈ ബുദ്ധിരേഖയുടെ മുകളിലുള്ള ഹൃദയരേഖ എന്ന് പറയുന്നത്, ആ രേഖയ്ക്ക് ഒരുപാട് വിള്ളലോ അത് പിന്നെ ഒരുപാട് പിന്നെ വിട്ടുള്ള ലൈൻസൊക്കെ ആണെങ്കിൽ അവർക്ക് ഹാർട്ടിനും പ്രശ്നമുള്ള ആളുകളായിരിക്കും എന്ന് പറയുന്നുണ്ട്. അത് ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുള്ള, എന്നാലും ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പിന്നെ അടുത്ത് ഭാഗ്യരേഖ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭാഗ്യരേഖ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള നമ്മുടെ പിന്നെ കൈയുടെ താഴത്തെ ആ മൗണ്ടിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന രേഖയാണ് ഭാഗ്യരേഖ. ആ ഭാഗ്യരേഖ ഉള്ളവർ അതിന് നല്ല തെളിച്ചമുണ്ടെങ്കിൽ നല്ല ഭാഗ്യമുള്ളവരായിരിക്കും എന്നാണ് പറയുന്നത്. ആ ലൈൻ നല്ലോണം ക്ലിയർ കട്ടായിട്ടുള്ള നല്ല ലൈനാണെങ്കിൽ അവർക്ക് നല്ല ഭാഗ്യം ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ ചിലർക്ക് 2 ഭാഗ്യരേഖകളുള്ളവരും ഉണ്ട്. 3 ഭാഗ്യരേഖകളുള്ളവരെ ഞാൻ പിന്നെ എൻ്റെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ടും എൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. 3 പിന്നെ ഭാഗ്യരേഖയുള്ളവരെ. അത് അവരും ഭാഗ്യമുള്ള ആളുകളായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി പൊതുവായിട്ട് നമുക്ക് ഒരാളുടെ കയ്യിൽ 6 രേഖകൾ കാണുമെന്നാണ് പറയുന്നത്. അത് 1 ബുദ്ധിരേഖ തന്നെ, പിന്നെ 2 ഹൃദയരേഖ, 3 ഇപ്പോൾ പറഞ്ഞ ഭാഗ്യരേഖ. ഇനി ആരോഗ്യരേഖ എന്നും പറഞ്ഞൊരെണ്ണമുണ്ട്. പിന്നെ അത് ഈ നമ്മുടെ കുഞ്ഞുവിരലിൻ്റെ ആ ഭാഗത്തായിട്ട് വരുന്ന ഒരു കുഞ്ഞുവിരലിൻ്റെ താഴോട്ട് വരുന്നൊരു ലൈനാണ്. പിന്നെ അത് കഴിഞ്ഞൊരു സൂര്യരേഖ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കുഞ്ഞുവിരലിൻ്റെ അടുത്ത വിരലുണ്ട്, ആ വിരലിൻ്റെ അവിടെ നിന്ന് താഴോട്ട് വരുന്ന രേഖയാണ് സൂര്യരേഖ എന്ന് പറയുന്നത്. പിന്നെ വിവാഹരേഖയുണ്ട്. അത് കുഞ്ഞുവിരലിൻ്റെയും ഈ ഹൃദയരേഖയുടെ ഇടയ്ക്ക് വരുന്നൊരു പോർഷനുണ്ട്. അതിനകത്താണ് ഈ വിവാഹരേഖ എന്ന് പറയുന്നത്. അതായത് കുഞ്ഞുവിരലിൻ്റെയും ഹൃദയരേഖയുടെയും ഇടയ്ക്ക് വരുന്ന കുറേ സ്ഥലത്ത് നമുക്ക് നോക്കുമ്പോൾ കാണാം ചെറിയ ലൈൻസായിട്ട്. പിന്നെ അത് അഫെക്ഷൻ ലൈൻസ് എന്നും പറയുന്നുണ്ട്. പക്ഷേ വിവാഹരേഖ എന്നാണ് നമ്മുടെ ഇന്ത്യൻ പാമിസ്ട്രി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നോക്കിയാലും പല വിവാഹരേഖകൾ ഇല്ലാത്തവർ കാണും. ചിലർക്ക് ഈ പറഞ്ഞിട്ട് വിവാഹരേഖകളുടെ ബ്രേക്ക് ആയിട്ടുള്ളവർ കാണും. ഈ ഡൈവേഴ്സ് ആയ കേസുകളൊക്കെ അത് പ്രത്യേകം നമുക്കറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ 6 രേഖകളാണ് പ്രധാനമായിട്ടുള്ളത്. ഇനിയും ചില പുസ്തകങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള അറിവുകളിലൂടെ പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കുക. അതിൽ ഒന്നാമത്തത്, ആരോഗ്യരേഖ ഇല്ലാത്ത കൈയുടെ ഉടമയ്ക്ക് ആരോഗ്യം ഉണ്ടാകുമെന്ന് പറഞ്ഞു. ആരോഗ്യരേഖ ഇല്ലെങ്കിൽ ആരോഗ്യം ഉണ്ടാകുമെന്നൊരു പല പുസ്തകങ്ങളിലുമൊക്കെ പറഞ്ഞുള്ള അറിവ് ഞാൻ പങ്കുവയ്ക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അതുപോലെ കയ്യിലെ എല്ലാ രേഖകളും ഒരു സ്ട്രോക്ക് വരുന്നതിന് മുമ്പ് മാഞ്ഞു പോകും. ഒരാഴ്ച കഴിഞ്ഞ് എല്ലാം പഴയതുപോലെ തെളിഞ്ഞു കാണുമെന്നും പറയുന്നുണ്ട്. സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ടെങ്കിൽ സ്ട്രോക്ക് വരുന്നതിന് ഒരാഴ്ച മുമ്പ് എല്ലാ രേഖകളും മാഞ്ഞു പോയിട്ട് പിന്നെ നമ്മൾ പിന്നെ ശ്രദ്ധിക്കാമെങ്കിൽ മാത്രമേ അത് അറിയാൻ പറ്റൂ. പിന്നെ അതെല്ലാം വീണ്ടും പഴയതുപോലെ വരികയും ചെയ്യും. പിന്നെ അതിനുശേഷം ആയിരിക്കും സ്ട്രോക്ക് വരുന്നതെന്നാണ് ഇതും പുസ്തകങ്ങളിൽ നിന്നും പറഞ്ഞിരിക്കുന്ന അറിവ്. നമ്മൾ
അങ്ങനെ ഒരു അറിവും കൂടെ പങ്കുവയ്ക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ കയ്യിലെ രേഖകൾ കയ്യിലെ രേഖകളൊക്കെ തീ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ടോ, അതായത് പൊള്ളലേറ്റോ മറ്റോ മാഞ്ഞു പോയാൽ വീണ്ടും അതുപോലെ തെളിഞ്ഞു വരുമെന്നുള്ളത് അത് ശാസ്ത്രീയമായിട്ട് തെളിയിച്ച കാര്യമാണ്. ഇപ്പോൾ കൈയൊക്കെ നമുക്ക് അങ്ങനെ വെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും എണ്ണയിലൊക്കെ മുങ്ങി പിന്നെ അതെല്ലാം കൈ പൊള്ളി എല്ലാ രേഖകളും പോയാലും ഒരു 1-2 ആഴ്ച കഴിയുമ്പോൾ അത് വീണ്ടും തിരിച്ചു വരുമെന്നാണ് ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുള്ളത്. പിന്നെ വിരലുകളുടെ തുമ്പിൽ എല്ലാ നെർവ്സിൻ്റെയും കെട്ടുകൾ വന്ന് നിൽക്കുന്നതെന്നാണ് പറയുന്നത്. തലച്ചോറുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ളതാണ് ഈ വിരലിൽ. അതായത് ഈ 5 നമ്മുടെ എല്ലാ വിരലുകളും, കയ്യിലെ വിരലും കാലിലെ വിരലും ഒക്കെ പിന്നെ തലച്ചോറിൽ നിന്ന് വരുന്ന നേരിട്ട് വരുന്ന ആ നെർവ്സിൻ്റെ കെട്ടുകൾ അവിടെ വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. പിന്നെ ബുദ്ധിരേഖയിൽ കറുത്ത കുത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ ബുദ്ധിരേഖയുടെ കാര്യം പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞത്. ബുദ്ധിരേഖയിൽ കറുത്ത കുത്തുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നമുള്ളവരായിരിക്കും എന്നാണ് പറയുന്നത്. കറുത്ത കുത്ത്, ബുദ്ധിരേഖയിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് കറുത്ത കുത്ത് അല്ലെങ്കിൽ ഡോട്ട് പൊട്ട് പോലുള്ളത് വരികയാണെങ്കിൽ അവർ മാനസികമായിട്ട് ഒരു പ്രശ്നമുള്ളവരായിരിക്കും എന്നാണ് പറയുന്നത്. അതും നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. പിന്നെ പ്രത്യേകിച്ച് വിവാഹത്തിന് മുമ്പ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വിവാഹം വേണ്ടാന്ന് വയ്ക്കുകയൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ നേരത്തെ ആണെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ താമസിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.